ചങ്ങരംകുളം ടൗണിൽ പുതിയ ഗതാഗത പരിഷ്കാരം. ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ചങ്ങരംകുളം ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള പരിഷ്കാരം നിലവിൽ വന്നു. ഒരാഴ്ച മുമ്പ് നടന്ന ആലങ്കോട് പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗ തീരുമാനമാണ് പുതിയ പരിഷ്കാരം. ഇതിന്റെ ഭാഗമായി നരണിപ്പുഴ റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഭാഗം വൺ വേ ആയിരിക്കും. ബസ് സ്റ്റാൻഡിൽ ഒരു കാരണവശാലും മോട്ടോർ ബൈക്കുകൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. നിലവിൽ ബസ് നിർത്തിയിരുന്ന ഭാഗത്തു നിന്ന് ബസ്സുകൾ സ്റ്റാൻഡിലെ ATM കൗണ്ടറിന് മുൻവശത്തായി പാർക്ക് ചെയ്യണം. നിലവിൽ നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് ഡിവൈഡർ സ്ഥാപിച്ചു. ചെറിയ വാഹനങ്ങൾ ഒരു വശത്തും ബസ്സുകൾ മറ്റു വശത്തു കൂടിയായിരിക്കണം സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടത്. എടപ്പാൾ റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഭാഗം വൺ വേ ആണ്. ഇരുചക്ര വാഹനങ്ങളും വൺ വേ തെറ്റിക്കരുത്. ബസ് സ്റ്റാൻഡ് റോഡിൽ ഇരുവശത്തും ബൈക്ക് ഉൾപ്പെടെയുള്ളവയ്ക്ക് പാർക്കിംഗ് അനുവദിക്കില്ല. തൃശൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. പകരം സ്റ്റാൻഡിന് പുറകുവശത്ത് അല്പം കയറ്റി ഓട്ടോ പാർക്ക് ചെയ്യാം. കോഴിക്കോട് റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് കുറഞ്ഞത് 5 ഓട്ടോറിക്ഷകൾ വരെ പാർക്ക് ചെയ്യാം. ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ നരണിപ്പുഴ റോഡിൽ ഒരു വശത്ത് ഓട്ടോ പാർക്ക് ചെയ്യാം. ടെമ്പോ ട്രാവലറുകൾ നിലവിലുള്ള ഭാഗത്ത് നിന്ന് അല്പം കയറ്റി കീർത്തി ഗൗഡറിന് സമീപത്ത് പാർക്ക് ചെയ്യണം. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് സുബൈർ ഉദ്ദിനിപ്പറമ്പ്, പഞ്ചായത്ത് സെക്രട്ടറി അഭിജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി സുധൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PP യൂസഫ് അലി, അംഗങ്ങളായ അഡാട്ട് വാസ്തവൻ, ചങ്ങരംകുളം SI ശ്രീലേഷ്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്തിന് പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ ചങ്ങരംകുളത്ത് നിന്നും ഡ്രൈവർമാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും എല്ലാ ഡ്രൈവർമാരും നമ്മളെ സമീപിക്കുകയും ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല തീരുമാനം പ്രസിഡന്റ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥരോടും അതുപോലെ ആസൂത്രണ സമിതി വൈസ് ചെയർമാനായിട്ടുള്ള യൂസഫ് അലിക്ക, അതിന്റെ അംഗങ്ങളായിട്ടുള്ള വാസ്മാഷ് അടക്കമുള്ള ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയും പെട്ടെന്നൊരു തീരുമാനം നമുക്ക് എടുക്കാമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കുകയും അതിന് ശേഷം ആ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ അതിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനമാവുകയും ചെയ്തു. അതിനൊക്കെ ഞങ്ങൾ കൂടെ നിന്ന എല്ലാവരെയും കണ്ട് പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നുള്ള നിലയിലും ഞാനും ഭരണസമിതിയും ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. ചങ്ങരംകുളം ടൗൺ ബസ് സ്റ്റാൻഡ് ഏരിയ, ഹൈവേ ഭാഗം എന്നീ മേഖലകളിൽ ട്രാഫിക് പരിഷ്കരണമായിട്ട് നമ്മൾ ഏകദേശം ഒരു ആഴ്ച മുന്നേ പഞ്ചായത്ത് ഹാളിൽ മീറ്റിംഗ് ചേർന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നത്തെ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ ചങ്ങരംകുളത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും ഇവിടുത്തെ ട്രാഫിക് പരിഷ്കരണം നടത്താനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉള്ള എല്ലാ ട്രാഫിക് മായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ തുടക്കം കുറിക്കല് എന്നും ഇതിന്റെ കൂടെ ഞങ്ങൾ ആസൂത്രണ സമിതി ആയാലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും കൂടിയിട്ട് ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ച് ഇനി അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഒരു സാധ്യതാ പഠനം കൂടിയാണ്. ഇതിന്റെ ബാക്കിയുള്ള ഇത് നാളെ ഒരാഴ്ച ഞങ്ങൾ പരിശോധിച്ച് നോക്കും. പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഞങ്ങൾ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ ഒരു വാഹനക്കാരനെയോ അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാരനെയോ മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി ഒരു ഐക്യത്തോടു കൂടി പോകാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാം, ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചങ്ങരംകുളം ടൗൺ. എല്ലാവർക്കും അറിയാമല്ലോ. ഈ ടൗണിലെ ഗതാഗത കുരുക്കുകള് ഒരു പ്രശ്നമായി നിലനിൽക്കുകയും അതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പല ചർച്ചകളും അതേപോലെ തന്നെ നമ്മളെ ഓട്ടോ ഡ്രൈവേഴ്സ്, ബസ്സിന്റെ ഡ്രൈവേഴ്സ്, ബന്ധ ജീവനക്കാര്, അങ്ങനെ വ്യാപാരികളൊക്കെ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ ഒരു താൽക്കാലിക തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ അടക്കമുള്ള പഞ്ചായത്ത് ആസൂത്രണ സമിതിയുടെ ഓരോ നിർദ്ദേശവും ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്.
ഇതിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നെരണിപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്തു, രണ്ടാക്കി തിരിച്ചു. ആ സൈഡില് പിന്നെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിൽക്കുന്ന സൈഡില് ബസ്സുകൾ, റൂട്ട് ബസ്സുകൾ മാത്രവും, ഈ കാണുന്ന ഏകദേശം 20 മീറ്ററോളം നീളമുള്ള ഈ വീതിയുള്ള ഈ സ്ഥലത്ത് മറ്റു വാഹനങ്ങളും കൂടി നെരണിപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ എല്ലാം എടപ്പാൾ ഭാഗത്തേക്ക് പോകും. എടപ്പാൾ റോഡുകൾ നമ്മൾ വൺ വേ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അസൗകര്യം എന്നുള്ളത് പലരും കച്ചവടക്കാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ വൺ വേ അല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബസ് വേയിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് വേയിൽ ഒരു 5 or 6 ഓട്ടോറിക്ഷ ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റേ തൃശ്ശൂർ ഭാഗത്തേക്ക് വന്ന ബസ്സിന്റെ ബാക്ക് സൈഡിൽ ഓട്ടോറിക്ഷകൾ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. വലിയ വണ്ടികൾ, കോൺട്രാക്ട് വാഹനങ്ങള് ആ സലഫി മസ്ജിദിന്റെ അവിടെ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ക്രമീകരണങ്ങൾ ഇവിടെയൊക്കെ PWD സ്ഥലമാണ്. ഇത് മാത്രമാണ് പഞ്ചായത്തിന്റെ സ്ഥലം. ഈ പഞ്ചായത്തിന്റെ സ്ഥലത്ത് ഓട്ടോക്ക് പാർക്ക് ചെയ്യാൻ ഇതിന്റെ ഫ്രണ്ടിൽ ഏകദേശം 20 സെന്റ് സ്ഥലം പഞ്ചായത്ത് ഓട്ടോക്കാണ് പാർക്ക് ചെയ്യുന്നത്. ഓട്ടോറിക്ഷ എല്ലാ മേഖലകളിലും പാർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ ആ ഓട്ടോറിക്ഷയുടെ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ അത് മറ്റുള്ള വാഹനങ്ങളും കൂടി സൗകര്യം കണക്കിലെടുത്ത് പഞ്ചായത്തേക്ക് സഹകരിക്കണം. ഇങ്ങനെ ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 25 ലക്ഷം രൂപ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ഉടനെ പാസ്സാക്കിയിട്ടുണ്ട്. എഞ്ചിനീയറൊക്കെ ഇവിടെ ഉണ്ട്. ഉടനെ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ ആളുകൾ, മെമ്പർമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അവരൊക്കെ ആ 25 ലക്ഷം രൂപയുടെ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഇതിൽ കട്ട വിരിച്ചുകൊണ്ട് സൗകര്യങ്ങളാക്കണം. അവിടുന്ന് 2 വീലർ അടക്കം ഇപ്പോ സോണ ബേക്കറി അവിടുന്ന് 2 വീലർ അടക്കം ബ്ലോക്ക് ചെയ്യണം, എന്നാലേ ഇവിടെ ബ്ലോക്ക് തീരുള്ളൂ. ഇത് വളരെ ഒരു സൗകര്യമായിരിക്കുന്നതാണ്. വളരെ ആസൂത്രണം ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ചാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണം. പഞ്ചായത്ത് ഭരണസമിതിക്ക് ആസൂത്രണ സമിതിയുടെ ഭാരവാഹികൾ എന്നുള്ള ഞങ്ങൾ വെച്ച പ്രപ്പോസലുകൾ അതിലെ ചില മാറ്റങ്ങളും കൂടി വരുത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ളതെന്ന് കൂടി അറിയിക്കുകയാണ്. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ.